ഒരു 20 കൊല്ലം മുമ്പൊക്കെ കിഡ്നിയിൽ സ്റ്റോൺ വന്നിരുന്നെങ്കിൽ അതിന് ഓപ്പൺ സർജറി, അതായത് വയറ് കയറി കിഡ്നി തുറന്ന് കല്ല് പുറത്തെടുക്കണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 15 കൊല്ലമായിട്ട് നമുക്ക് പ്രചാരണത്തിനുള്ളത് PCNL എന്ന് പറയുന്ന മെത്തേഡാണ്. PCNL എന്ന് പറഞ്ഞാൽ പെർക്യൂട്ടേനിയസ് നെഫ്രോലിത്തോട്ടമി. അതായത് നമ്മൾ വയറിൻ്റെ പിൻഭാഗത്ത് കൂടി കിഡ്നിക്കകത്തേക്ക് ഒരു താക്കോൽ ദ്വാരം ഇട്ട് കല്ല് പൊടിച്ചെടുക്കുന്ന മെത്തേഡാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് അതിൽ തന്നെ അഡ്വാൻസസ് ആയിട്ട് നമുക്കുള്ളത് മിനി PCNL ആണ്. അതായത് ഈ താക്കോൽ ദ്വാരത്തിൻ്റെ സൈസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം അതിൻ്റെ ബ്ലീഡിങ് റിസ്ക്കും എല്ലാം ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാളും അഡ്വാൻസ് ആയിട്ട് കഴിഞ്ഞ ഒരു 5 ഇയേഴ്സ് ആയിട്ട് പ്രചാരത്തിലുള്ളത് RARS എന്ന് പറയുന്ന മെത്തേഡാണ്. RARS ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് ആയിട്ട് കേരളത്തിൽ അവൈലബിൾ ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ രോഗിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള മൂത്രനാളി വഴി നമ്മളൊരു ചെറിയൊരു ടെലസ്കോപ്പ് കടത്തി കിഡ്നിക്കകത്തെത്തി കല്ല് കണ്ട് അതിനെ ലേസർ ഇട്ട് പൊടിച്ച് കളയുന്ന മെത്തേഡാണ്. ആദ്യകാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നത് ഒരു ലോ പവർ ഹോൾമിയം ലേസറും ഒരു ഫൈബർ ഒപ്റ്റിക് ടെലസ്കോപ്പുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് മെത്തേഡാണ് ഡിജിറ്റൽ ടെലസ്കോപ്പ്. അതായത് വളരെ സൈസ് കുറഞ്ഞ, അതായത് ഒരു പേനേൻ്റെ റീഫിലിൻ്റെ മാത്രം സൈസ് വരുന്ന ടെലസ്കോപ്പ്. അതോടൊപ്പം അതിന് വളരെ ക്ലാരിറ്റി കൂടുതലാണ്. അത് നമുക്ക് സ്റ്റോണിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അതിൽ കൂടെ കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഒരു വിഷന് ഏറ്റവും വലിയ അഡ്വാൻസ്മെൻ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം ഈ ലേസർ നമുക്ക് ആദ്യമൊക്കെ ഒരു ലോ പവർ ഹോൾമിയം ലേസർ ആയിരുന്നു. ഇപ്പം തൂലിയം ലേസർ നമുക്ക് അവൈലബിൾ ആണ്. തൂലിയം ലേസർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഹാർഡായിട്ടുള്ള കല്ലും എത്ര വലിയ കല്ലും ഈ പൊടിക്കാനുള്ള ഒരു പവറുള്ള ഈ മെഷീനാണ്. അതിൻ്റെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ലേസറാണ് ഈ 65 വാട്ട് IPG തൂലിയം ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രോഗിക്ക് പണ്ട് 3-4 പ്രാവശ്യമായിട്ട് പൊടിച്ചിരുന്ന കല്ല് ഇപ്പോൾ പലതും ഒറ്റ ഘട്ടമായിട്ട്, അതായത് ഒറ്റ സ്റ്റേജിൽ നമുക്കതിനെ ഈ പൊടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസിലോട്ട് എത്തുകയും ഒരുപാട് നാൾ ലീവ് എടുക്കാതിരിക്കുകയും ചെയ്യാനുള്ളൊരു അവസരമാണ്. അതോടൊപ്പം ഈ ബ്ലീഡിങ് റിസ്ക് ഓൾമോസ്റ്റ് RARS നെഗ്ലിജിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ ഭയങ്കര വലിയ കല്ലാണെങ്കിൽ ചിലപ്പോൾ 2 സിറ്റിംഗ് ഒക്കെ വേണ്ടി വരാം. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് ലേസറും അഡ്വാൻസ്ഡ് ടെലസ്കോപ്പും വെച്ച് RARS ചെയ്യുമ്പോൾ രോഗിക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, ബെഡ് റെസ്റ്റ് ഗണ്യമായിട്ട് കുറയുന്നു. അതായത് ഒരു PCNL നമ്മൾ യൂഷ്വലി ഒരു 1 മന്തോളം റെസ്റ്റ് പറയും. ഇതിന് പക്ഷേ പേഷ്യൻറ്റിന് ഒരു 3 to 4 ഡേയ്സ് റെസ്റ്റ് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസാണ്. അതേപോലെ നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കല്ലുകൾ നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും. അതോടൊപ്പം പേഷ്യൻറ്റിന് ഈ ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഈ സർജറിയോടുള്ള ഒരു ഭയം, അങ്ങനെ ഒരു ഫാക്ടർ തന്നെ നമുക്ക് നന്നായിട്ട് ഈ മാറുകയാണ് ചെയ്യുന്നത്.